الحمد لله أحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده حمدا كثيرا طيبا مباركا على كل حال. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളായി തീരണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യർക്ക് യഥാർത്ഥത്തിലുള്ള ദിശാബോധം നൽകുന്നതിന് വേണ്ടി ദൂതന്മാരെയും അവരിലൂടെ വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ദൂതന്മാരും അവരിലൂടെ അള്ളാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളും അതാത് കാലത്തേക്കും അതാത് ദേശത്തേക്കും മാത്രം പരിമിതമായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 2-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാഹു ഹുദൻ ലിബനി ഇസ്രായീൽ അല്ലാ തത്തഖിദു മിൻ ദൂനി വകീല. മൂസക്ക് നാം വേദഗ്രന്ഥം നൽകി, എന്നിട്ടോ വജഅൽനാഹു നാം ആ വേദഗ്രന്ഥത്തെ ആക്കി ഹുദൻ ലിബനി ഇസ്രായീൽ ബനൂ ഇസ്രായേലുകൾക്ക് ഒരു മാർഗദർശനമായിട്ട് നാം ആ വേദഗ്രന്ഥത്തെ ആക്കി. തുടർന്ന് വന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചും ഇതേ രീതിയിലുള്ള പരാമർശം 3-ാം അധ്യായമായ ആല ഇമ്രാനിലെ 18-ഉം 19-ഉം ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാ കാലത്തേക്കും ഉള്ള ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൻ ലിന്നാസ്, ഹുദൻ ലിന്നാസ്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ആ കാലഘട്ടം മുതൽ ഇനി ലോകത്ത് മനുഷ്യവാസമുള്ളിടത്തോളം കാലമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനെ അല്ലാഹു പല തരത്തിലുള്ള വിശേഷങ്ങൾ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി. ഹുദൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും അത് മാർഗദർശനമാണ്. നൂറും, അത് മുഴുവൻ ആളുകൾക്കുമുള്ള പ്രകാശമാണ്. ബയ്യിന, എല്ലാ വിധത്തിലുള്ള സംശയങ്ങളിൽ നിന്നും വളരെ വ്യക്തമായ സംശയ നിവാരണം നൽകുന്ന ഗ്രന്ഥമാണ്. ഫുർഖാൻ, സത്യമെന്താണ് അസത്യമെന്താണ് എന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ആളുകൾക്ക് സത്യാസത്യ വിവേചനമാണ് ഖുർആൻ. ഷിഫാഉൻ, അത് ശമനമാണ്. മനുഷ്യന്റെ മനസ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഖുർആൻ ശമനമാണ്. ഇങ്ങനെ പല രൂപത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. എന്നാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോക ജനതയിൽ എത്ര ആളുകൾക്ക്, എത്ര ശതമാനം ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ രൂപത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിന് പകരമായിട്ട് ഈ വിശുദ്ധ ഖുർആന്റെ വാഹകർ എന്ന് അവകാശപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന, മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ എന്ന് അഭിമാനിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് ഈ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് ആയിത്തീർന്നിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങൾക്കാണ് ഖുർആൻ നമുക്ക് ഹുദയായിട്ടുള്ളത്? ഇത്രയും കാലത്തെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഇന്നൊരു വിഷയം വന്നപ്പോൾ അവിടെ എനിക്ക് ഖുർആനാണ് മാർഗനിർദ്ദേശമായത്, അവിടെ എനിക്ക് ഖുർആനാണ് വെളിച്ചമായത്. സത്യവും അസത്യവും എന്റെ ജീവിതത്തിൽ മതിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഞാൻ അതിൽ നിന്ന് സത്യം മനസ്സിലാക്കിയിട്ട് അസത്യത്തെ തിരസ്കരിച്ചത് എന്ന് പറയാൻ പറ്റുന്നവർ നമ്മുടെ സമൂഹത്തിൽ എത്രയുണ്ട് എന്നാണ് ആദ്യമായി ഒരു ആത്മപരിശോധന നാം നടത്തേണ്ടത്. ലോക ജനതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികൾ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആനെ കൈകാര്യം ചെയ്യുന്ന, ഖുർആന്റെ വാഹകർ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഏതേത് രംഗങ്ങളിലാണ് ഖുർആൻ നമുക്ക് മാർഗദർശനമായിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ ഫലം നിരാശാജനകമാണോ എങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം ഞാൻ പറയുമ്പോൾ വളരെ പ്രശ്നത്തോടുകൂടി, സങ്കടത്തോടു കൂടി ഒരു ന്യൂസ് പേപ്പറിന് കൊടുക്കുന്ന വില പോലും വിശുദ്ധ ഖുർആന്റെ ഉള്ളടക്കത്തിന് കൊടുക്കാത്തവരാണ് മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു അധികപ്പറ്റല്ല. അങ്ങനെയല്ലേ എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ഫാത്തിഹത്തുൽ ഖിതാബ്, ഫാത്തിഹ ഓതാത്ത നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചരിക്കുവാൻ കഴിയുന്നവരാണോ നമ്മൾ? ഒരു അക്ഷരത്തിന്റെ ഉച്ചാരണം തെറ്റിയാൽ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസം വരുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് നിങ്ങൾക്കറിയാം. പലരും സൂറത്തുൽ ഫാത്തിഹ പോലും നേർക്കുനേരെ ഉച്ചരിക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ട് വേണ്ടേ പിന്നെ അതിന്റെ അർത്ഥം അറിയോ എന്ന് ചോദിക്കുവാൻ. രണ്ടാമത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അൽഹംദു? എല്ലാ സ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ വിശാലമായ അർത്ഥം എന്ന് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നവർ ഈ സദസ്സിൽ എത്രയുണ്ട്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്താണ് സഹോദരന്മാരെ അല്ലാഹുവോട് പറഞ്ഞത്? അറിയുന്നവർ എത്രയുണ്ട്? വളരെ പരിതാപകരമാണ് നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ സമൂഹത്തിൽ കുറച്ചാളുകൾ പഠിക്കുക, അവർ ഇമാമത്ത് നിൽക്കുക, അവർ ഖുതുബ നിർവഹിക്കുക, അവർ പ്രസംഗം കേൾക്കുക, ഇതൊന്നും നമ്മുടെ കടമയിൽപ്പെട്ടതല്ല എന്ന ഒരു ധാരണ എങ്ങനെയോ നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഈ ധാരണ തെറ്റായ ധാരണയാണ്.
നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഫഇന്നഹു ദിക്റുൻ ലക വലിഖൗമിക ഫസൗഫ തുസ്അലൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. ഫഇന്നഹു ദിക്റുൻ ലക, നിശ്ചയം ഈ ഖുർആൻ നബിയെ നിങ്ങൾക്ക് ഒരു ഓർമ്മയാണ്, സ്മരണയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് മാത്രമല്ല വലിഖൗമിക, നിങ്ങളുടെ സമൂഹത്തിനുമുള്ളതാണ്. ഫസൗഫ തുസ്അലൂൻ. ഈ ദിക്ർ നിങ്ങൾക്കുണ്ടായോ? ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ദിക്റുണ്ടായി? അതല്ല നിങ്ങൾ പാടെ വിസ്മരിച്ചു കളഞ്ഞോ? സൗഫ തുസ്അലൂൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സൂറത്ത് സുഖറഫിൽ നിങ്ങൾക്ക് ആയത്ത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സമീപന രീതി നമ്മളൊന്ന് പുനഃപരിശോധിച്ചിട്ട് കാര്യമായ പരിവർത്തനം നമ്മൾ വരുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഭാവി വളരെ ഭയാനകമായിരിക്കും. നമ്മളൊന്ന് ചെറിയൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വലിയ ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആനെ പാടെ അവഗണിച്ചു കളഞ്ഞവരാണ്. എന്താണ് ഖുർആൻ എന്നതിനെ കുറിച്ച് പോലും ഒരു ഗന്ധമില്ലാത്തവരാണ്. പരിശുദ്ധ ഖുർആനെ പാടെ അവഗണിച്ചു കളഞ്ഞ ആളുകൾ. ശേഷിക്കുന്ന വിഭാഗം ആളുകൾ അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവരിൽ തന്നെ നമുക്ക് രണ്ടു തരം ആളുകളെ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എങ്കിലും ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർ തൗറാത്തിനെ കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ 6-ാം അധ്യായം സൂറത്ത് അൻആമിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അവർ ചെയ്തത്? തുബ്ദൂനഹു വതുഖ്ഫൂന കസീറാ. തൗറാത്ത് അവർ ജനങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കും. പക്ഷേ തുഖ്ഫൂന കസീറാ, ധാരാളം കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ മറച്ചു വെക്കും. തൗറാത്ത് പഠിച്ച പണ്ഡിതന്മാർ ജനങ്ങൾക്ക് തൗറാത്ത് വിശദീകരിച്ചു കൊടുക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ അത് മറച്ചു വെക്കും. പറഞ്ഞു കൊടുത്താൽ അത് തങ്ങൾക്ക് ക്ഷീണമാണ്, തങ്ങൾക്ക് കോട്ടമാണ്, നഷ്ടമാണ്. ഇതേ ഒരു അവസ്ഥ ഇന്ന് വിശുദ്ധ ഖുർആനിലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഒരു വിഭാഗം ആളുകൾ ഖുർആൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ സമൂഹത്തിന് അത് പരിപൂർണമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അള്ളാഹു അവതരിപ്പിച്ച അതേ രീതിയിൽ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ശിർക്കിന്റെ പൊടി പോലും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുകയില്ല. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. മുഴുവൻ ആളുകളും മുവഹിദാവും. ഷിർക്കിന്റെ പൊടി പോലും, കാരണം ഷിർക്കിനുള്ള ഒരു ചെറിയ സൂചനയോ പ്രേരണയോ കൽപ്പനയോ ഖുർആനിൽ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക്. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്ത് മോമിനൂൻ 117-ാമത്തെ ആയത്ത്, ഏതാണ്ട് സൂറത്തിന്റെ അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്താണ്. എന്താ അല്ലാഹു പറഞ്ഞറിയോ? وَمَن يَدْعُ مَعَ اللَّهِ إِلَٰهًا آخَرَ لَا بُرْهَانَ لَهُ بِهِ فَإِنَّمَا حِسَابُهُ عِندَ رَبِّهِ إِنَّهُ لَا يُفْلِحُ الْكَافِرُونَ. وَمَن يَدْعُ, ആരെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ, മഅല്ലാഹി, അല്ലാഹുവോടൊപ്പം, അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അതോടൊപ്പം അവന്റെ സൃഷ്ടികളോടും ദുആ ചെയ്യുന്നു. ലാ ബുർഹാന ലഹു ബിഹി, അങ്ങനെ ദുആ ചെയ്യുന്ന ആൾക്ക് അതിന്റെ ന്യായീകരണത്തിന് ഹാജരാക്കുവാൻ ഒരൊറ്റ തെളിവുമില്ല. ഖുർആൻ പറഞ്ഞതാണ്. ഷിർക്കിന് ഒരൊറ്റ തെളിവും ഹാജരാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ, ഏതെങ്കിലും ഒരു മഹാനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾ, ഏതെങ്കിലും ഒരു ഉസ്താദ് അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയാൽ നമ്മൾ അത് വിശ്വസിക്കണോ? അള്ളാഹ് പറഞ്ഞത് വിശ്വസിക്കണോ? അള്ളാഹു പറഞ്ഞു ലാ ബുർഹാന ലഹു ബിഹി, അതിനൊരു രേഖയും നാം ഇറക്കിയിട്ടില്ല. അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ച് ദുആ ചെയ്യുവാൻ ഒരു രേഖയും നാം ഇറക്കിയിട്ടില്ല. അപ്പൊ വല്ല രേഖയും ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അത് പരിശുദ്ധ ഖുർആന്റെ എന്താണ്, നേർക്കുനേരെയുള്ള വ്യാഖ്യാനമല്ല, ദുർവ്യാഖ്യാനമാണ്. ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. സൂറത്ത് ജിന്ന്. ഞാൻ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ആരെയും പങ്കു ചേർക്കുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഇങ്ങനെ എത്ര തെളിവുകളാണ് ഖുർആനിൽ.
പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് ഫലാ തദഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ശിർക്കിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. സൂറത്ത് അഹ്ഖാഫ് 5-ാമത്തെ വചനം നിങ്ങൾ വായിച്ചു നോക്കൂ. വമൻ അളളു, ഏറ്റവും വഴിപിഴച്ചവൻ ആരാണുള്ളത്? മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹും ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരേക്കും വിളിച്ചാൽ വിളി കേൾക്കാത്ത, ഉത്തരം ചെയ്യാത്ത ഈ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെക്കാൾ ഏറ്റവും വഴിവേഴ്ച മനുഷ്യന്മാർ ആരാണുള്ളത്? ഇങ്ങനെ നമ്മൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലത്തെ പ്രബോധന കാലഘട്ടത്തിൽ 13 കൊല്ലത്തെ മക്ക ജീവിതത്തിൽ സമൂഹത്തോട് പ്രബോധനം ചെയ്ത വിഷയം എന്തായിരുന്നു? മക്കീ സൂറകളിലെ പ്രതിവാദി വിഷയം എന്തായാലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അൽ-ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ അടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രബോധന ശൈലിയാണ് മക്കീ സൂറകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരം വരികൾ പരിശുദ്ധ ഖുർആനിൽ വെളിച്ചം കാണാതെ കിടക്കുന്നു. ശിർക്ക് സമൂഹത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഇത്തരം ആയത്തുകൾ നമ്മൾ സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആൻ ഒരു ഭാഗം പരിപൂർണമായിട്ട് കൈയൊഴിയുമ്പോൾ മറുഭാഗം അത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് തങ്ങളുടെ നിലനിൽപ്പ് ഈ ഭൂമുഖത്ത് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇനിയും വേറൊരു വിഭാഗം, അവരും ഖുർആൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല, അല്ലാഹുവിന്റെ കലാമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ എവിടെയും വിശുദ്ധ ഖുർആന്റെ പ്രതിഫലനം കാണാൻ സാധിക്കുന്നില്ല. പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നടക്കേണ്ട മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ എവിടെയും ഖുർആന്റെ പ്രതിഫലനം കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചു നോക്കുക. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഒരു സമൂഹത്തിന് ശിർക്കിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയും തൗഹീദാണ് മനുഷ്യന് വേണ്ടതെന്നവരെ ബോധ്യപ്പെടുത്തുകയും അവർ അത് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് ആ മനസ്സിലാക്കിയ തൗഹീദിലേക്ക് വരാതെ വീണ്ടും അവർ ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് ഉറച്ചു നിന്നപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിൽ, ഇന്നമാ തദഊന മിൻ ദൂനില്ലാഹി ഔസാന മവദ്ദതൻ ബൈനകും ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിദാലികും. എന്താ പറഞ്ഞത്? തൗഹീദാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ശിർക്ക് നിരർത്ഥകമാണ്, ശിക്ഷാർഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, വീണ്ടും നിങ്ങൾ അല്ലാഹുവിന് പുറമേയുള്ള സൃഷ്ടികളെ നിങ്ങൾ ആരാധിക്കുന്നു. അഥവാ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ സത്യത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ട്? മവദ്ദതൻ ബൈനകും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഐഹിക ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം, സാഹോദര്യ ബന്ധം, കുടുംബ ബന്ധം, മറ്റ് പല തരത്തിലുള്ള നിങ്ങളുടെ മാനുഷിക ബന്ധങ്ങൾക്ക് തകർച്ച വന്നു പോകും എന്നുള്ള ഭയത്താലാണ് നിങ്ങൾ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് നിങ്ങൾ വരാത്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറയുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ ഭയം തന്നെയല്ലേ ഇന്ന് ഖുർആൻ പഠിച്ച മുസ്ലിം സഹോദരങ്ങൾക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് ആ യഥാർത്ഥ ഖുർആൻ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കാത്തത്? ഈ ഒരു പേടി തന്നെയല്ലേ എന്ന് ചിന്തിച്ചാൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അവരുടെ കല്യാണങ്ങളിൽ അല്ലാഹുവില്ല, ഖുർആനില്ല. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഖുർആനില്ല. ആർഭാടങ്ങൾ, അലങ്കാരങ്ങൾ ഒന്നും ഖുർആൻ നിരോധിച്ച എല്ലാ കാര്യങ്ങളും നാടോടുമ്പോൾ നടുകെ ഓടണമെന്നാണ് അവരുടെ വാദം. എന്നാൽ അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞതാണ്, പണം ദൂർത്തടിക്കുന്ന മനുഷ്യൻ കാനു യഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ശയാത്തീൻ, അനാവശ്യമായി പണം ദൂർത്തടിക്കുന്നവൻ പിശാചിന്റെ സഹോദരനാണ്. പിശാചാവട്ടെ റബ്ബിനെ നിഷേധിച്ചവനാണ്. അപ്പൊ നിഷേധിക്കപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടും ഇന്ന് ആർഭാടങ്ങൾക്ക് ദൂർത്തിന് മുസ്ലിം സമൂഹത്തിൽ എന്താണ് ഒരു കുറവുള്ളത്?
ഒരുപക്ഷെ മറ്റ് സമൂഹങ്ങളെ അപേക്ഷിച്ച് ഈ രംഗത്ത് മത്സരത്തോടെ മുന്നേറുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് വില കൽപ്പിച്ചു പരിശുദ്ധ ഖുർആന്? എന്ത് വില കൽപ്പിച്ചു? അല്ലാഹുവിന്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അല്ലാഹു കണക്കാക്കേണ്ട വില നമ്മൾ കൽപ്പിച്ചില്ല. അല്ലാഹു നമുക്ക് നൽകിയ പരിശുദ്ധ ഖുർആൻ നൽകേണ്ട വിലയും നമ്മൾ കൽപ്പിച്ചില്ല. എന്നാൽ ജാഹിലിയ കാലത്തെ ജനങ്ങളുണ്ടല്ലോ, അവർ ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയവരാണ്. മാ ഹുവ ബികലാമിൽ ജിന്നി വൽ ഇൻസ്. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഒരു ജിന്നിന്റെ വാക്കല്ല, ഒരു സൃഷ്ടിയുടെയും വാക്കല്ല, അമാനുഷികമാണ് എന്ന് മനസ്സിലാക്കിയവരായിരുന്നു ജാഹിലിയ കാലത്തെ ജനങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഒരു പേടിയുണ്ടായിരുന്നു. നിഷ്പക്ഷമായി ആരെങ്കിലും ഖുർആൻ കേട്ട് മനസ്സിലാക്കിയാൽ അവൻ ആ ഖുർആന്റെ ആശയത്തിലേക്ക് ചെന്ന് ചേരും. ഞങ്ങളുടെ അണികളിൽ കൊഴിഞ്ഞുപോക്കുണ്ടാവും, ഞങ്ങൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും, മുഹമ്മദിന് ഭൂരിപക്ഷം ഉണ്ടാകും. ഈ പേടി കൊണ്ട് അവർ സമൂഹ മധ്യേ വിളിച്ചു പറഞ്ഞു, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. സത്യനിഷേധികൾ എന്ന് അവരുടെ അണികളെ ഉത്ബോധിപ്പിച്ചു. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. മുഹമ്മദ് പറയുന്നത് ഖുർആൻ ഉണ്ടല്ലോ, നിങ്ങൾ കേൾക്കരുത്, കേൾക്കാൻ പോകരുത്. കേട്ടാൽ നിങ്ങൾ പിഴച്ചു പോകുന്നവർ പറഞ്ഞിട്ടില്ല. പിന്നെ അവരാ പറഞ്ഞത് വൽ ഔ ഫീഹി. എവിടെ ഖുർആൻ പറയുന്നുണ്ടോ അവിടെ പറയുന്നവനെ പറയാനും സമ്മതിക്കരുത്, കേൾക്കുന്നവനെ കേൾക്കാനും സമ്മതിക്കരുത്. വൽ ഔ ഫീഹി. ബഹളമുണ്ടാക്കണം, കൂക്ക് വിളിക്കണം, മട്ടഹസിക്കണം, പാട്ടുവെക്കണം, കയ്യടിക്കണം. എന്നിട്ട് ഖുർആൻ പറയാമെങ്കിൽ ലഅല്ലകും തഖലബൂൻ, എങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനെ പ്രമാണങ്ങൾ കൊണ്ട് എതിർക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നത് കൊണ്ടാണ് ഈ ഖുർആൻ പ്രചരിപ്പിക്കാൻ നിങ്ങൾ വിടരുത്. അങ്ങനെ വന്നാലേ അവിടെ ബഹളം വെച്ച് ആ പ്രചരണം തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്കറിയാം ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് നിഷ്പക്ഷമായി കേട്ട ഒരാള് അതിന്റെ ഉത്ഭവത്തിലേക്കാണ് പോവുക എന്ന് ഭയപ്പെട്ടവരായിരുന്നു ജാഹിലിയ കാലത്ത് ജനങ്ങൾ. ഇന്നത്തെ മുസ്ലിം സമൂഹം ഈ പറഞ്ഞ രീതിയിലാണ് വിശുദ്ധ ഖുർആനെ കൈകാര്യം ചെയ്യുന്നത്. വിഭാഗം ആളുകൾ അത് പഠിച്ചിട്ട് പഠിക്കാതെ മനസ്സിലാക്കാൻ എന്താണെന്നറിയാതെ അവർ ഖുർആനെ കാണുന്നത് അലങ്കാരത്തിന് വേണ്ടി വീടുകളുടെ ചുമരിൽ സൂറത്ത് യാസീനൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കും. വണ്ടിയുടെ മുമ്പിലൊക്കെ ഡാഷ് ബോർഡിലൊക്കെ യാസീൻ നല്ല സ്വർണ്ണ. ഇതിനാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഖുർആൻ നൽകിയത് കണ്ണാടിയിലാക്കിയിട്ട് ചുമരിൽ തൂക്കാനാണോ, അല്ലെങ്കിൽ ഉറുപ്പേരി കയറി കെട്ടാനാണോ, മന്ത്രിച്ച് വെള്ളത്തിൽ കുടിക്കാനാണോ? ഒന്നുമല്ല. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമാണ്, വെളിച്ചമാണ്, ഹിദായത്താണ്, സത്യാസത്യ വിവേചനമാണ്. എന്ത് പ്രശ്നങ്ങൾക്കും ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും എന്ത് സംശയമുണ്ടായാലും ഫറദ്ദു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് മടങ്ങൂ. റസൂലിന്റെ ഹദീസിലേക്ക് മടങ്ങും. ഇതിനാണ് അല്ലാഹു ഖുർആൻ തന്നത്. ജീവിതചര്യ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷേ നമുക്കത് വേണ്ട. നമുക്ക് നാട്ടിൽ നടപ്പാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിവാഹം കഴിഞ്ഞാൽ ആ ഒരു നിക്കാഹ് കഴിഞ്ഞതിന്റെ സന്തോഷ പ്രകടനമായിട്ട് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് ഒരു ചെറിയൊരു വിരുന്ന് അവനവന്റെ കഴിവിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വലീമത്ത് എന്നാണ് പറയുക. റസൂൽ സുന്നത്ത് എന്ന് വെച്ചാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നൽകപ്പെടുന്ന വിവാഹ സദ്യക്കാണ് വലീമത്ത് എന്ന് ഭാഷയിൽ പറയുക. പക്ഷെ നമ്മൾ മാതത്തിരുത്തി നിക്കാഹിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഭക്ഷ്യമേളകൾ സംഘടിപ്പിക്കുന്നു വിവാഹത്തിന്റെ പേരിൽ. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ആ നിക്കാഹ് നാളെ നടക്കും എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആയത്തുള്ളത് എത്ര ആൾക്കറിയാം? വമാ തദ്രി നഫ്സുൻ, ഒരാൾക്ക് അറിഞ്ഞൂടാ, മാതാ തക്സിബു ഗദാ, അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു മനുഷ്യനും നാം അറിയിച്ചു കൊടുത്തിട്ടില്ല. വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്, എവിടെ വെച്ച് നിങ്ങൾ എങ്ങനെ മരിക്കുമെന്നതും ഒരാൾക്കും അറിയില്ല. ഗൈബിയായ കാര്യമാണ്. അപ്പൊ എല്ലാം അല്ലാഹ് പറഞ്ഞതുപോലെ റസൂൽ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുക. അതിനൊരു തിരുത്തൽ വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ അല്ലാഹു നമുക്ക് തിരിച്ചടി നൽകിയിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും നമ്മൾ എന്ത് വേണം? പഠിച്ച ഖുർആൻ, പഠിച്ച ഹദീസ്, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് അതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ആർക്ക് വേണ്ടിയും നമ്മൾ ആ ആശയങ്ങൾ മാറ്റിവെക്കരുത്. അല്ലാഹു താക്കീത് കേൾക്കൂ. വലൈൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വലൈൻ ഇത്തബഅത അഹ്വാഅഹും,
അവരുടെ ഇച്ഛകളെയാണ്, അവരുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയുമാണ് നീ പിൻപറ്റുന്നതെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ശേഷം വരുന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യണം. എന്താണ്? മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, ഒരു വിഷയത്തിന്റെ യഥാർത്ഥമായ അറിവ് നിനക്ക് വന്ന് കിട്ടിയതിന് ശേഷവും ആ അറിവനുസരിച്ച് നീ പ്രവർത്തിക്കാതെ നീ ഇന്നവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിയിട്ട് നിന്റെ അറിവിനെ നീ മാറ്റിവെക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ആയത്തും അല്ലാഹു അവസാനിപ്പിക്കുന്ന രണ്ട് വിധത്തിലാണ്. രണ്ടും സൂറത്ത് ബഖറയിലാണ് ആയത്തുള്ളത്. ഒന്നാമത്തെ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? വലയിൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം, നിനക്ക് വ്യക്തമായ അറിവുണ്ടായിട്ടും നീ ആളുകളുടെ ഇച്ഛക്കനുസരിച്ച് ആ അറിവിനെ മാറ്റിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിന്റെ അടുത്ത് സഹായം നീ പ്രതീക്ഷിക്കണ്ട. അല്ലാഹുവിന്റെ അടുത്ത് ഒരു രക്ഷയും നീ കിട്ടൂല, ഒരു സഹായവും നീ പ്രതീക്ഷിക്കേണ്ട. ഇതാണ് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിച്ച ഒരു രൂപം. രണ്ടാമത്തെ ആയത്തിലും ഇതേപോലെ പറഞ്ഞിട്ട് വലയിൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, അപ്പോൾ അങ്ങനെ നീ ചെയ്താൽ നീ ളാലിമായി പോകും, അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. വളരെ ഭയാനകമായ അന്ത്യമാണ് ളാലിമീങ്ങൾക്ക് ഉണ്ടാവുക എന്ന് വേറെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ ഒന്ന് നമ്മൾ നമ്മോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഈ പറഞ്ഞ 3 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ ഞാൻ പെടുന്നു? ഖുർആൻ പാടെ അവഗണിച്ച വിഭാഗത്തിൽ നമ്മൾ പെടുന്നില്ല, ഉറപ്പാണ്. എന്നാൽ ഖുർആൻ പഠിച്ചിട്ട് ആ ഖുർആൻ പഠിച്ചതുപോലെ പ്രവർത്തിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നുണ്ടോ? അല്ല, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഖുർആനെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടുന്നുണ്ടോ? ഈ 3 വിഭാഗത്തിൽ പെട്ടാലും നമ്മൾ നഷ്ടത്തിൽ തന്നെയാണ്. നമ്മൾ ലാഭത്തിലാകണമെങ്കിൽ പെടേണ്ടത് 4ാമത്തെ വിഭാഗം അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വമിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ ഉലൈക യർജൂന തിജാറതൻ ലൻ തബൂറാ. പരലോകത്ത് സ്വർഗം കിട്ടണോ, ജീവിതത്തിൽ വിജയം വേണോ എങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ആ 3 കാര്യങ്ങളിൽ ഏറ്റവും ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് യത്ലൂന കിതാബല്ലാഹ്, നിസ്കാരം പിന്നെയാണ് പറഞ്ഞത്. സക്കാത്തും സദഖയും 3ാമതാണ് പറഞ്ഞത്. ഒരു മുഅ്മിനിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. പക്ഷെ അത് 2ാമത് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് യത്ലൂന കിതാബല്ലാഹ്. യത്ലൂന കിതാബല്ലാഹ്, തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് ഇത്തിബാഉൽ ഖുർആൻ എന്നാണ്. ഖുർആൻ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, വിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, എന്നിട്ട് ആ ഖുർആനിൽ പ്രതിപാദിച്ച രൂപത്തിലുള്ള നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, പിന്നെ സക്കാത്ത് കൊടുക്കുന്നവർ, സദഖ കൊടുക്കുന്നവർ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹു നമുക്ക് എന്തിനാണ് ഈ ഖുർആൻ നൽകിയത് എന്ന് ഒരു നിമിഷം നമ്മൾ സ്വസ്ഥമായിട്ട് ചിന്തിച്ചു നോക്കൂ. അള്ളാഹിനോട് കാണിക്കേണ്ട ഒരു നന്ദിയല്ലേ? അള്ളാഹു എന്താണ്, നമുക്കൊരു ലെറ്റർ കിട്ടിയാൽ നമ്മൾ അത് ഒരു SMS വന്നാൽ അത് വായിക്കാൻ എന്ത് ധൃതിയായിരിക്കും നമുക്ക്. ആ ധൃതി ഉണ്ടായോ? നമ്മൾ നിത്യേന ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന്. അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറകെയുള്ള ഓട്ടം നമ്മൾ നിർത്തണ്ട, സ്പീഡ് കുറക്കണം. സൂറത്ത് 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലൂടെ അല്ലാഹു നമ്മെ അറിയിച്ച ഒരു കാര്യമുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമായിട്ട് പുലരുന്നതാണ്, ഒരു സംശയവും വേണ്ട. ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്താണ് സൂറത്ത് ഫാത്തിറിലെ 5ഉം 6ഉം വചനങ്ങൾ. 35-ാമത്തെ അധ്യായമാണ്. ഫാത്തിർ സൃഷ്ടാവ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമായി പുലരും. എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം? ഒരുപാട് വാഗ്ദാനങ്ങൾ. അതിൽ ഏറ്റവും ഒന്നാമത്തെ വാഗ്ദാനമുണ്ട്. എന്താണത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓരോ ആത്മാവും മരണം എന്താണെന്ന് ആസ്വദിച്ചറിയുക തന്നെ ചെയ്യും. ആ മരണം 2 വിധമാണെന്ന് ഖുർആൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ഒരു സാലിഹായ മനുഷ്യന്റെ മരണമാണ്. 2ാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞത് ളാലിമിന്റെ മരണമാണ്.
ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, നിനക്ക് വ്യക്തമായ അറിവ് കിട്ടിയിട്ടും നീ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചാൽ ഇന്നക ഇദൻ ളാലിമീൻ ഒക്കെ ഖുർആനിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ മരണം രണ്ട് രൂപത്തിൽ വരുമ്പോൾ സാലിഹായിട്ട് മരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെ ഖുർആൻ പിൻപറ്റി ജീവിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅ പിൻപറ്റി ജീവിക്കാൻ സാധിക്കണം. ഫലാ തഗുറന്നകുമുൽ ഹയാത്തദ് ദുനിയാ, ഈ ഐഹിക ജീവിതം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, ഈ ഐഹിക ജീവിതത്തിൽ നിന്നെ വഞ്ചിക്കുന്ന ഒരു ശത്രുവുണ്ട്. ഫത്തഖിദൂഹു അദുവ്വ, അവനെ നീ ശത്രുവായി തന്നെ കാണണം, മിത്രമാക്കരുത്. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഹീർ, അവൻ അവന്റെ കക്ഷികളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് ആ പിശാച് ദുർബോധങ്ങളെ മനസ്സിലാക്കി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന റളിയല്ലാഹു തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങളൊക്കെ ഖുർആനിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മോട് അതിന് പകരം ആവശ്യപ്പെടുന്നത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത് അള്ളാഹു ആണെന്നിരിക്കെ ആ അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ഇത് വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വായു നൽകിയത്, വെള്ളം നൽകിയത്, മഴ നൽകിയത് എല്ലാം നൽകിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിനെ സമന്മാരെ സൃഷ്ടിക്കരുത്. വഅൻതും തഅലമൂൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അപ്പം അള്ളാഹുവിനോട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയ നന്ദി എന്താണ്? ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് എല്ലാ പ്രയാസങ്ങളും അവനോട് പറഞ്ഞ് അവനോട് ദുആ ചെയ്ത് അവനോട് ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി മനുഷ്യൻ കാണിക്കേണ്ട ഏറ്റവും വലിയ നന്ദി. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദിബീൻ, മറ്റ് ആരാധ്യന്മാരോട് നീ പ്രാർത്ഥിക്കുന്ന പക്ഷം ഫതകൂന മിനൽ മുഅദ്ദിബീൻ, നീ ശിക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും എന്ന് സൂറത്ത് ശുഅറായിൽ അല്ലാഹു പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പറഞ്ഞു വഅൻദിർ അശീറതകൽ അഖറബീൻ. ഒരു മനുഷ്യന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ് തൗഹീദും ശിർക്കും. ഈ വലിയ യാഥാർത്ഥ്യം നീ ആദ്യമായി ബോധ്യപ്പെടുത്തേണ്ടത് അശീറതകൽ അഖറബീൻ, നിന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിനെയാണ്. സൂറത്ത് ശുഅറാന്റെ അവസാനത്തെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഏറ്റവും വലിയ സത്യം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്, അഥവാ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒന്നാമത്തെ വേദി വലിയ സ്റ്റേജും സൗണ്ട് സിസ്റ്റവും അല്ല, നമ്മുടെ വീടാണ്. നമ്മുടെ വീടിന്റെ വരാന്ത, സിറ്റിംഗ് റൂം, ബെഡ്റൂം, ഇതാണ് നമ്മുടെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ വേദിയായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ഇന്നു മുതൽ നമ്മൾ ആ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിന് നീ ഈ വിവരം എത്തിക്കണം. അപ്പൊ എപ്പോഴും രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ ഇശാനസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മാതാപിതാക്കളും മക്കളും ഒക്കെ ഇരുന്നിട്ട്, നമുക്കറിയാലോ ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രമൊക്കെ യാബുനയ്യാന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു ഇസ്ലാമിക ചർച്ചയ്ക്ക് ഒരു അരമണിക്കൂർ മുക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം സീരിയലും ടി വിയൊക്കെ കണ്ടിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഒരു ഇസ്ലാമിക ചർച്ചയ്ക്ക് ഇന്ന് കേട്ട ഖുതുബ, ഒരുപാട് ആളുകൾ അവരുടെ വീടുകളിലുള്ള സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരുന്നില്ല. സത്യമാണ്, വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിട്ട് വരാതിരിക്കുന്നത് വേറെ കാര്യം. എന്നാൽ ഇത് അത്ര വലിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭാര്യമാരെയും കുട്ടികളെയൊക്കെ ഇമാം ഷാഫി പോലും പറഞ്ഞത്, ജുമാക്ക് വരാൻ സാധിക്കാത്ത സ്ത്രീകൾ, രോഗികൾ, കുട്ടികൾ, യാത്രക്കാർ, അവർ ളുഹർ നമസ്കരിക്കേണ്ടത് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ്. ലഅല്ലഹു യഖ്ദിറു അലാ ഇത്യാനി ജുമാ, പ്രതിബന്ധം നീങ്ങിയിട്ട് വല്ല കാരണവശാലും ജുമാക്ക് അവർക്ക് വരാൻ സാധിച്ചാൽ ഫകാന ഖൈറുൻ ലഹു, അവർക്ക് അത് ഉത്തമമാവുന്നതാണ്.
ഒരു ഉത്ഭവം കേൾക്കാൻ സാധിക്കും. അപ്പൊ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറ്റാം. വീട്ടിലെ ആ പാട്ടും തമാശയും കളിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഇസ്ലാമിക ചർച്ച, ഖുർആൻ ശബ്ദമൊക്കെ മുഴങ്ങുന്ന വീടാക്കിയിട്ട് നമ്മുടെ വീടാക്കി മാറ്റണം. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്തുള്ള ഈ കുടുംബ ബന്ധം, ഈ സാഹോദര്യ ബന്ധം പരലോകത്തും നീണ്ടു നിൽക്കും എന്നുള്ളത് സത്യമാണ്. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു നമുക്കത് പഠിപ്പിച്ചതാണ്. ഇപ്പൊ നമ്മുടെ ഈ സ്നേഹ ഈ ബന്ധം മരണത്തോടുകൂടി താൽക്കാലികമായി വിരമിക്കുമെങ്കിലും പരലോകത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വീടുകൾ ഇസ്ലാമിക വീടാക്കി മാറ്റണം. നമ്മുടെ ജീവിതം ഖുർആന്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് പോകുന്ന ജീവിതമായിക്കണം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അല്ലാഹു സൂറത്ത് അൽ കഹ്ഫിൽ പറഞ്ഞതാണ്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഭൂമുഖത്തുള്ള മുഴുവൻ വസ്തുക്കളും അതിനെ അലങ്കാരമാക്കിയിട്ടാണ് നാം സൃഷ്ടിച്ചത്. ആ അലങ്കാരം ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ അലങ്കാരം പരമാവധി ഉപയോഗിക്കുന്ന ആളുകൾ ആരുണ്ട് എന്നല്ല പരീക്ഷണം. പിന്നെ അയ്യുഹും അഹ്സനു അമല. മുഫസ്സിറുകൾ അതിന് അർത്ഥം പറഞ്ഞാണെന്നറിയോ? ഇസ്ഹദ ഫീഹി വഅസ്റഹ ലിതാഅത്തില്ലാ. ഈ അലങ്കാരങ്ങളോട് ഒരു വിരക്തി കാണിക്കുകയും എന്നിട്ട് അല്ലാഹനെ അനുസരിക്കുന്നതിൽ ധൃതി കാണിക്കുകയും ചെയ്യുന്നവർ ആരുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു ഈ ഭൂമുഖത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്തരം വസ്തുക്കളിൽ വീണു പോകാതെ അല്ലാഹുവെ അനുസരിച്ചുകൊണ്ട് പ്രവാചക ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കുമാറട്ടെ. ഇനിയുള്ള ജീവിതം വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ, എല്ലാ സത്യവിശ്വാസികൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.